ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മോന് ഓണം സെലിബ്രേഷൻ കേട്ടോ. അപ്പോൾ അവൻ ക്ലാസ്സിൽ പോയിട്ടുണ്ട്, മോക്കിന്ന് സ്കൂളുണ്ട്. അപ്പോൾ അവളും സ്കൂളിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ജോലിക്ക് പോയിട്ടില്ല. ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഞാൻ എൻ്റെ ജോലിക്കൊന്നും പോകേണ്ട, വീട്ടിൽ തന്നെ കുത്തിരിക്കാമെന്ന് കരുതി. എന്തായാലും ഓണമൊക്കെ അല്ലേ വന്നത്, പിന്നെ പിള്ളേരെ ഒപ്പം കൂടാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് ഞാൻ കരുതി എന്തായാലും വീട്ടിലിരിക്കുകയുള്ളൂ. ഓണത്തിന് മുമ്പ് എന്തായാലും നമുക്ക് മൊത്തത്തിലൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണം. അപ്പോൾ എന്നാൽ ആദ്യം അടുക്കളയും തുടങ്ങാമെന്ന് കരുതി. അപ്പോൾ അടുക്കളയിൽ ഉണ്ടായിരുന്ന ഓരോ സാധനങ്ങളായിട്ട് ഞാൻ പുറത്തേക്ക് എടുത്ത് വെക്കേണ്ട. വാഷിംഗ് ബേസിൻ്റെ ഒരു സൈഡിലുള്ള സാധനങ്ങളൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത സൈഡാണ്, ഇവിടെയാണ് കുറച്ചധികം സാധനങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ അതേ മൊത്തത്തിൽ അടുക്കളയിൽ എല്ലാ സാധനങ്ങളും എടുത്ത് ഞാൻ പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ അടുക്കള അത്യാവശ്യം വിശാലമായ അടുക്കളയുണ്ട്. കാരണം നമ്മൾ ഈ വീട് മേടിച്ച വീടായിരുന്നു. അപ്പോൾ വീടിനോട് ചേർന്ന് നമ്മൾ അപ്പുറത്തൊരു അടുക്കള എടുക്കാമായിരുന്നു. അപ്പോൾ ആ വീടിൻ്റെ നീളത്തിൽ തന്നെയാണ് നമ്മൾ അടുക്കള എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുക്കള അത്യാവശ്യം നല്ല വലിയ അടുക്കളയാണ്. പക്ഷേ എനിക്ക് ഇഷ്ടമുണ്ടോ ഈ വലിയ അടുക്കള? കാരണം വേറെ ഒന്നുമല്ല, നമുക്കിപ്പോൾ ഒരു ചെറിയ പരിപാടിയൊക്കെ വന്നാലും 2-3 പേർക്ക്, നമ്മുടെ ഫാമിലി പരിപാടി കേട്ടോ, ഇപ്പോൾ 2-3 പേർക്ക് ഒരു പെരുന്നാളൊക്കെ വന്നാലും അടുക്കളയിൽ നിന്ന് പണിയെടുക്കാനുള്ള സ്ഥലമുണ്ട്. അതാട്ടോ, ഞാൻ ഇതിക്ക് മുമ്പ് താമസിച്ച് വിടുന്നത് ചെറിയ വീടാണ്. അവിടെ ഒരാൾക്ക് നിന്ന് തിരിയാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ വീട്ടിൽ ഈ അടുക്കള എനിക്ക് വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എൻ്റെ അടുക്കള തന്നെ കേട്ടോ. അടുക്കളയുടെ മുകൾ ഭാഗത്താണ് നമ്മൾ ഷീറ്റായിട്ട് ഇട്ടേക്കണേ. അപ്പോൾ ഷീറ്റുമ്മയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാറാമ്പല പിടിച്ചിട്ടുണ്ടാവും. പിന്നെ അവിടെ ചെറിയൊരു ഗ്യാപ്പുണ്ട് കേട്ടോ, ആ ഭിത്തിയും ആ ഷീറ്റും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പുണ്ട്. ഇവിടെ പറമ്പിലൊക്കെ നിറച്ച് ജാതി കേട്ടോ. അപ്പോൾ ഈ ജാതി ഉള്ളവർക്കൊക്കെ അറിയാൻ പറ്റും, ഇവിടെ നിറച്ച് ചെറിയ ചെറിയ പ്രാണികളുടെയും പിന്നെ എട്ടുകാലിയുടെയൊക്കെ ശല്യം ഭയങ്കര കേട്ടോ. നമ്മൾ അടുക്കളയിൽ ഇങ്ങനെ ഗ്രില്ല് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുവഴിയൊക്കെ എട്ടുകാലിയൊക്കെ അകത്ത് കയറും. അപ്പോൾ ആ ഷീറ്റിന്മേയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചലന്തികാല പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ അതാ ഈർക്കിളി ചൂല് വെച്ച് അതൊക്കെ ഒന്ന് തൂത്ത് കളയുന്നുണ്ട്. പിന്നെ ആ സൈഡിലുള്ളത് നമ്മുടെ സൺസൈഡാട്ടോ. അങ്ങടേക്ക് ഇപ്പോൾ ഞാൻ എന്തായാലും വെളുത്ത് കയറുന്നില്ല, അത് മോനാരെങ്കിലും ഉള്ളപ്പോഴേ പറ്റുള്ളൂ. പിന്നെ അവിടെ അങ്ങനെ വലിയ കാര്യമായിട്ട് നമ്മളങ്ങനെ പാത്രങ്ങൾ വയ്ക്കുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ എൻ്റെ അടുക്കളയിൽ ഞാൻ വളരെ മിനിമലായിട്ട് പാത്രങ്ങൾ വെച്ചിട്ടുള്ളൂ കേട്ടോ. പഴയ വീട്ടിൽ നിന്ന് ഞാൻ അവിടെ ഒരുപാട് പാത്രങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കൊണ്ടുവന്നെങ്കിൽ അതൊക്കെ ചാക്കി കെട്ടി അങ്ങനെ എടുത്ത് വെച്ചേക്കാട്ടോ. അതൊന്നും ഞാൻ അങ്ങനെ പുറത്തേക്ക് എടുത്തിട്ടില്ല. അത്യാവശ്യമുള്ള ഉപയോഗിക്കുന്ന സ്ഥിരം നമുക്ക് ആവശ്യമായ പാത്രങ്ങൾ മാത്രമേ ഞാൻ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ അടുക്കള ഡീപ്പ് ക്ലീൻ ചെയ്യാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. സാധനങ്ങൾ അങ്ങനെ ഒരുപാടൊന്നും എനിക്ക് മാറ്റാനുമില്ല കേട്ടോ. പിന്നെ എൻ്റെ അടുക്കളയിൽ കബോർഡില്ല, പക്ഷേ അതെനിക്കൊരു നല്ലതാണെന്ന് എനിക്ക് തോന്നി. കാരണം എൻ്റെ പഴയ വീട്ടിൽ എന്ന് പറഞ്ഞാൽ അവിടെ നിറച്ച് കബോർഡാണ്. അപ്പോൾ ഓരോ ഷെൽഫിലും ഓരോ പാത്രങ്ങളായിരിക്കും. ഈ പാത്രങ്ങൾ അവിടെ ഇരിക്കുന്നതെന്ന് തന്നെ എനിക്കൊരു പിടുത്തം ഉണ്ടാവില്ല. ഇതിപ്പോൾ എല്ലാം ഓപ്പണായിട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് അതേ സാധനം എവിടേക്ക് ഇരിക്കുന്നതെന്ന് കറക്റ്റായിട്ട് അറിയുകയും ചെയ്യാൻ പറ്റും. പിന്നെ കബോർഡ് വരുമ്പോൾ അവിടെ എനിക്ക് പാറ്റ ശല്യം കൂടുതലായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഇവിടെ എനിക്ക് പാറ്റയുടെ അങ്ങനത്തെ ഒരു ശല്യം എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല കേട്ടോ. ഇവിടെ പല്ലീനെ കൊണ്ടോ രക്ഷയില്ലാത്തത്. ആൻറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു പല്ലി വരാണ്ടിരിക്കാനായിട്ട് മുട്ടയുടെ തൊണ്ടൊക്കെ വച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ അതൊക്കെ വച്ചാലും നമ്മൾ പൊട്ടിച്ച് വെച്ച് ഒരു 2-3 ദിവസത്തേക്കൊക്കെ പല്ലിയുടെ ശല്യം ഉണ്ടാവില്ല. പക്ഷെ അത് കഴിയുമ്പോൾ പിന്നെയും പല്ലി ശല്യം നല്ലോണം ഉണ്ട് കേട്ടോ. പല്ലി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ടൈലിട്ടതിൻ്റെ അരത്തുമ്മയൊക്കെ ഇടയ്ക്ക് മിക്കവാറും പല്ലിക്കട്ടം കാണാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ആ ചൂല് വെച്ച് തന്നെ മൊത്തത്തിൽ അടുക്കളയുടെ ആ ഭിത്തിയും ആ ഫാനും മൊത്തത്തിൽ ആ കമ്പിയും എല്ലാം കൂടി ഒന്ന് ഞാൻ ക്ലീനാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ കമ്പിയുമൊക്കെ ഇടയ്ക്ക് എന്താ പറയുക, നമ്മളെ ഈ വേട്ടാളൻ്റെ കൂട് മാതിരി ഉണ്ടാവില്ലേ, അതിങ്ങനെ ചെറുതായിട്ട് മണ്ണ് മാതിരി ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടാവും. അത് ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. അതങ്ങനെ എല്ലാ ദിവസവും നമ്മൾ അടിച്ചു വരുമ്പോൾ ഈ വക പണിയൊന്നും ചെയ്യില്ല. ഇതൊക്കെ മാസത്തിൽ ഒരു പ്രാവശ്യമുള്ള പരിപാടിയാണ്. എല്ലാ ദിവസവും അടിക്കുമ്പോഴെന്ന് വെച്ചാൽ നമ്മളാ ചൂലും വെച്ച് ആ സൈഡുകളിലൊക്കെ ഒന്ന് തൂത്തെടുക്ക് പോകുന്നല്ലാണ്ട് മുകളിലേക്കൊന്നും കയറി ഈ വക പരിപാടിക്കൊന്നും നിൽക്കാറില്ല കേട്ടോ. മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ അടുക്കള ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണത് എന്തുകൊണ്ടും നല്ലതാട്ടോ. നമ്മൾ കരുതുന്നത് നമ്മളെല്ലാ ദിവസവും അടിച്ച് വാരി തുടയ്ക്കണ്ടല്ലോ എന്ന്, പക്ഷേ അതുകൊണ്ട് കാര്യമില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വേട്ടാളിൻ്റെ കൂടുന്നു. ഇതിങ്ങനെ കമ്പി ഉള്ളിടത്തൊക്കെ അവിടെ ഇപ്പോൾ അടുക്കളയിൽ 2 സ്ഥലത്ത് ഞാനത് കണ്ടായിരുന്നു. ഇവിടെ വേട്ടാളലൊന്നുമില്ല കേട്ടോ, പക്ഷേ ആ കൂട് മാത്രമായിട്ട് കാണാം. ഇതിപ്പോൾ ഞാൻ ആ ഭിത്തി ഒന്ന് തൂക്കണം കേട്ടോ. കാരണം ഭിത്തിമയൊക്കെ ചെറുതായിട്ട് പല്ലിക്കാട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതാ ഭിത്തിയും ഇരിക്കണത് അരത്തും ഇരിക്കണത്. അത് പിന്നെ ഇപ്പോൾ ബ്രഷ് വെച്ച് തൂത്താലാണ് അത് പോവുള്ളൂ കേട്ടോ. അത് മാറാമ്പലയൊക്കെ തൂത്തെടുക്കാനൊക്കെ ആയിട്ട് നമ്മുടെ പുൽച്ചൂലിന് നല്ലത് ഈർക്കിളി ചൂല് തന്നെ കേട്ടോ. പുൽച്ചൂലും കൊണ്ട് ഈ വക പരിപാടിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പുൽച്ചൂലിൻ്റെ പകുതി അവിടെ തന്നെ കിടക്കുമെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ഒന്നുകൂടി എളുപ്പമായിട്ട് തോന്നിയത് ഈർക്കിളി ചൂല് തന്നെയാണ് കേട്ടോ. അമ്മൂമ്മയുള്ള കാലത്തൊന്നും ഈർക്കിളി ചൂലൊന്നും കാശ് കൊടുത്ത് മേടിക്കേണ്ട വരില്ല കേട്ടോ. കാരണം അമ്മൂമ്മയുടെ മുറിയിൽ തന്നെ അലമാരിയുടെ മുകളിലോ ബർത്തിൻ്റെ മുകളിലോ എവിടെയെങ്കിലും ആയിട്ട് പുള്ളിക്കാരി എപ്പോഴും ഇത് വാർന്നു വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ആൾ പോയാൽ പിന്നെ ഈർക്കിളി ചൂലൊക്കെ കാശ് കൊടുത്ത് മേടിക്കേണ്ട ഗതി കേട്ടണം. ഞാൻ ഇതിക്ക് മുമ്പത്തെ വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു മാസ്ക് കെട്ടാനായിട്ട്. ഞാനിതിപ്പോൾ ഇന്ന് മാസ്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മീതെ ഒരു തോർത്തുണ്ടല്ലോ, ചെറുത് നനവുള്ള തോർത്തട്ടോ, അതിങ്ങനെ 3ആക്കി മടക്കി അതും കൂടി കെട്ടിയിട്ടോ മാസ്കിൻ്റെ മീതെ. അതെന്നോട് ഡോക്ടർ പറഞ്ഞിട്ടോ. ഞാൻ ചാക്കിൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ശ്വാസം മുട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പല ഡോക്ടർമാരെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർമാർ എന്നോട് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാക്കമ്പനി നിർത്താണ്ടിരിക്കാനാണ്.
അത് നടക്കണ കാര്യമില്ല. നമ്മുടെ അരി പ്രശ്നമുള്ളത് ചാക്കിൻ്റെ പൊടി നിങ്ങൾക്ക് അറിയില്ല, തീരെ നൈസായിട്ടുള്ള പൊടിയായിരിക്കും. അതിപ്പോൾ ഞാൻ കമ്പലിൽ മാസ്ക് ഇട്ടിട്ട് നിൽക്കണമെങ്കിലും എന്തൊക്കെ ചെയ്താലും അത് നമ്മുടെ അകത്തേക്ക് തന്നെ കയറും. അതിനി പറഞ്ഞിട്ട് കാര്യമില്ല, ജീവിതകാലം മൊത്തം അങ്ങനെ ഉണ്ടാവും. അതിപ്പോൾ എനിക്കൊരു ശീലമായി. ഇതിപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കുറവ് കിട്ടാനായിട്ട് ഈ നനഞ്ഞ തുണി ഉണ്ടല്ലോ അത് കെട്ടിയിട്ട് നിൽക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണെന്ന് എൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ചെയ്യാറൊന്നുമില്ല കേട്ടോ. കാരണം നനഞ്ഞ തുണി കെട്ടി രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നിൽക്കാമെന്ന് പറഞ്ഞാൽ എനിക്കത് ബുദ്ധിമുട്ട് പിടിച്ച പരിപാടിയാണ്. ഞാൻ ജസ്റ്റ് ഒരു ടവൽ വെച്ച് മുഖത്ത് കെട്ടാമെന്ന് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. പൊടിയുടെ അലർജി എനിക്ക് ചെറുപ്പം തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ചെറുതിലേ തുടങ്ങി, ഞാൻ ഓർക്കുമ്പോൾ തുടങ്ങി മിക്കവാറും എനിക്ക് ജലദോഷം തുമ്മലൊക്കെ ആയിട്ടിരിക്കാറുണ്ട്. ശ്വാസം മുട്ടൊക്കെ എനിക്ക് തുടങ്ങിയത് ഞാൻ ചാക്കമ്പനി നടത്തി ഏകദേശം 1 വർഷമൊക്കെ ആയേ പിന്നെ കേട്ടോ. ആദ്യം കുറച്ച് നാളൊക്കെ ഞാൻ ഹോമിയോ ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഹോമിയോ കഴിച്ച് നമുക്ക് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് നല്ലതല്ലെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതാണ് ഞാൻ ഹോമിയോ കഴിക്കാൻ പോയത്. പക്ഷേ ഹോമിയോ കഴിച്ചിട്ട് എനിക്ക് വലിയ ആശ്വാസമൊന്നും കിട്ടാൻ പോയില്ല. പിന്നെ ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചെങ്കിലും ആ കഴിക്കണ നമ്മളെന്താ വെച്ചാൽ നമുക്ക് ശ്വാസം മുട്ട് കൂടി നമ്മൾ ചെല്ലുമ്പോൾ അവർ നമ്മളെ കൊണ്ട് വലിപ്പിക്കുക. ആ സമയത്ത് ഒരു ആശ്വാസം ഉണ്ടെങ്കിലും ഞാൻ ഇപ്പോൾ ചാക്കമ്പനി ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഭയങ്കര നൈസായിട്ട് പൊടിയിക്കുക. നമ്മളെല്ലാ ദിവസവും നമുക്ക് ഹോസ്പിറ്റലിൽ പോകാന്നുള്ളത് നടക്കണ കാര്യമല്ല. അങ്ങനെ ഇരിക്കാൻ നേരത്താണ് ഞാനൊരു ദിവസം അനിയത്തിയുടെ വീട്ടിൽ പെരുന്നാളിന് പോയ സമയത്താണ് അവിടെ വെച്ച് എനിക്ക് ഇതേപോലെ ശ്വാസം മുട്ട് വന്നു. അപ്പോൾ അവളുടെ മരുന്നെടുത്ത് എനിക്ക് അവൾക്ക് ഓൾറെഡി ശ്വാസം മുട്ടുണ്ടായിരുന്നു. അവൾ റോട്ടോക്കാപ്പായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവളത് എനിക്ക് തന്നു. പക്ഷേ ആ സാധനം വലിച്ചിട്ട് എൻ്റെ ശ്വാസം മുട്ട് അവിടെ പിടിച്ച് നിർത്തിയ മാതിരി നിന്നുള്ളതാണ്. പിന്നെ ഞാനൊന്നും നോക്കാൻ പോയില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ അവളുടെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോണ വഴിക്ക് തന്നെ ഞാൻ മെഡിക്കൽ ഷോപ്പിൽ പോയി ഈ റോട്ടോക്കാപ്പ് പറഞ്ഞ് മേടിച്ച് കയ്യിൽ വെച്ചിരുന്നു. പിന്നെ എനിക്ക് ഇതേപോലെ കമ്പനി ചെല്ലുമ്പോൾ ശ്വാസം മുട്ട് തോന്നുമ്പോൾ ഞാനപ്പോൾ അതെടുത്ത് വലിക്കും. ഒന്നോ രണ്ടോ പഫ് എടുക്കും, അത് അപ്പം സ്റ്റോപ്പ് ആവുകയും ചെയ്യും. അന്ന് തുടങ്ങി ഇന്ന് വരെ ഞാൻ അത് തന്നെയായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോണത്. പക്ഷേ ഞാൻ ഈ ചാക്കമ്പനി പോക്ക് ഇപ്പോൾ നമുക്ക് സീസൺ വർക്കുള്ള ചിലപ്പോൾ 2-3 മാസം ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പ് നിർത്തുന്ന സമയത്ത് എനിക്കിത് എടുക്കേണ്ട വരാറില്ല. ആ സമയത്ത് എൻ്റെ ശ്വാസം മുട്ട് മാറി നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എനിക്കറിയാം എനിക്ക് പൊടിയുടെ അലർജിയാണെന്ന്. ഇടയ്ക്ക് ESR കൂടി ഞാൻ ഡോക്ടർമാരെ കാണാൻ ചെല്ലാറുണ്ട്. അപ്പോൾ അവരെന്ന് ചീത്ത പറയും, ഇങ്ങനെ റോട്ടോക്കാപ്പ് എടുക്കാൻ പാടില്ല, ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി വേണം, അതിൻ്റെ ഡോസ് അനുസരിച്ച് വേണം ചെയ്യാമെന്ന്. പക്ഷേ അവർ പറഞ്ഞത് കേട്ടുകൊണ്ട് ഞാൻ പോരും. പിന്നെ എനിക്ക് നിലവിൽ അത് എടുത്തിട്ട് വേറെ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നുണ്ടില്ല, എനിക്കൊരു ആശ്വാസം തോന്നിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പിന്നെ ഞാനത് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫാനൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഗ്യാസും കൂടി ഒന്ന് ക്ലീൻ ആക്കാമെന്ന് കരുതിയാണ്. അതിൻ്റെ ഗ്യാസിൻ്റെ ആ ബർണറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി ഞാൻ ആ വാഷിംഗ് മെഷീനിലേക്ക് കൊണ്ടിട്ടുണ്ട് കേട്ടോ. ഗ്യാസിൻ്റെ കുറ്റിയൊക്കെ വെച്ചേക്കണത് പുറത്താട്ടോ. അതിനെക്കുറിച്ചൊന്നും എനിക്കന്ന് വലിയ ഐഡിയ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അതൊക്കെ അപ്പച്ചനായിരുന്നു അന്വേഷിച്ച് ചെയ്തതൊക്കെ. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ബാത്റൂം 2 സെപ്പറേറ്റ് എടുക്കണം. കാരണം ഇവിടെ ആദ്യം ഒരു 3 മുറിക്കും കൂടി ഹോളിൽ ഒറ്റ ബാത്റൂം മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു 2 മുറിനോട് അറ്റാച്ച് ആയിട്ട് എനിക്ക് 2 ബാത്റൂം എടുക്കണം. പിന്നെ അടുക്കളയും തീരെ കുഞ്ഞു അടുക്കളയായിരുന്നു. എൻ്റെ പഴയ വീട്ടിലെ പോലെ തന്നെ ചെറിയ അടുക്കളയായിരുന്നു. അപ്പോൾ ആ അടുക്കള എനിക്ക് സാധനങ്ങളൊക്കെ വയ്ക്കാനും പെരുമാറാനും ഒട്ടും സ്ഥലം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു അടുക്കളയും കൂടി എടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ അപ്പച്ചൻ തന്നെ സ്ഥാനക്കാരനെ കൊണ്ടുവന്ന് അങ്ങനെ ചെയ്തായിരുന്നു കേട്ടോ ഈ അടുക്കള കാര്യങ്ങളൊക്കെ. ഇപ്പം നമ്മൾ ആ മാറാമ്പല തൂത്തിപ്പോൾ അതൊക്കെ എന്താ പറയുക ടൈൽ ഒട്ടിച്ചേക്കണോടത്ത് സ്ലാവുമ്മയൊക്കെ വീണിട്ടുണ്ട്. നമ്മുടെ ഗ്രില്ലിൻ്റെ താഴെയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാം കൂടി ഞാൻ തൂത്ത് താഴത്തേക്ക് ഇടാൻ കേട്ടോ. ഇപ്പം ഞാൻ ആ ഗ്യാസിൻ്റെ ബർണറും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാൻ കേട്ടോ. ഇതിപ്പോൾ ക്ലീൻ ആക്കാനായിട്ട് ഞാൻ ആ പാത്രം കഴുകുന്ന ലിക്വിഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ചില സമയത്തൊക്കെ ഇപ്പം എനിക്ക് അത്രയും ബുദ്ധിമുട്ടില്ല. പഴയ വീട്ടിൽ വെച്ച് നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറിയ സമയത്ത് ആദ്യമായിട്ടുള്ള നമ്മുടെ അടുക്കളയിൽ ഈ പരിപാടികളൊക്കെ ചെയ്യണത്. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ആദ്യ കാലങ്ങളിലൊക്കെ ഈ ബർണറിൻ്റെ എല്ലാ സൈഡും ഒരുപോലെ തീ കത്താണ്ട് വരുന്ന സമയങ്ങളുണ്ടാവാറുണ്ട്. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു അത് ഈ പാല് തിളച്ച് വീണിട്ടാണ്. അതേപോലെ ചോറ് തിളപ്പിക്കുമ്പോൾ അതിൻ്റെ തിളച്ച് വീണുമ്പോൾ ഇങ്ങനെയൊക്കെ അത് അടഞ്ഞു പോകുന്നുള്ള കേസ്. അപ്പോൾ ഞാൻ അമ്മച്ചിയുടെ അടുത്ത് ചോദിക്കാറുണ്ട് എന്താ അമ്മച്ചി എല്ലാ സൈഡും ഒരുമിച്ച് കത്താതെ എന്താണ്. അപ്പോൾ അമ്മച്ചിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നമ്മൾ ഗ്യാസ് മേടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒപ്പം അത് ക്ലീൻ ആക്കാനുള്ളൊരു സംഭവം കൂടി കിട്ടും. ആദ്യം എനിക്ക് അറിയാൻ വേണ്ടായില്ല ഇത് എന്തിനാ അതുപോലെ ഈ കോലം എന്തിനാ അതുപോലെ എനിക്ക് അറിയാൻ വേണ്ടായില്ല. അപ്പോൾ അമ്മച്ചി പറഞ്ഞാൽ ഇത് വെച്ച് ഇങ്ങനെ കൊത്തി കഴിഞ്ഞാൽ അത് ക്ലീൻ ആവുമെന്ന് പറഞ്ഞു. ഇപ്പോഴൊന്നും എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ട് വരാറില്ല കേട്ടോ. ഇപ്പോഴൊക്കെ നമ്മൾ അടുക്കളയിൽ പെരുമാറി നമുക്കൊരു പരിചയം തുടങ്ങിയില്ല. ആദ്യം വന്ന കാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്കത് മിക്കവാറും എനിക്ക് പറ്റുമായിരുന്നു. ഇതിപ്പോൾ ആ സ്ലാവിൻ്റെ അടിയിലൊക്കെ ഞാനൊന്ന് ചൂല് വെച്ചൊന്ന് തൂത്തിട്ടിരിക്കണം കേട്ടോ. അതിൻ്റെ അടിയിൽ ചെറിയ രീതിയിലൊക്കെ മാറാമ്പലകൾ പിടിച്ചിരിപ്പുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മൊത്തത്തിലൊന്ന് അടിച്ചു വാരി എടുക്കണ്ട. അടുക്കളയൊക്കെ എന്നാൽ മിക്കവാറും ഞാൻ ബാക്കിയുള്ള മുറികളൊന്നും അങ്ങനെ തുടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ അടുക്കള മിക്കവാറും 1-2 ദിവസങ്ങളെങ്കിലും തുടയ്ക്കാൻ നോക്കാറുണ്ട്. അപ്പം ഞാൻ കരുതി അടുക്കളയിലൊന്നും വലിയ കാര്യമായ പൊടി ഉണ്ടാവില്ല എന്നിട്ടാണ് കരുതി. പക്ഷേ അത്യാവശ്യം നല്ല ഈ തന്നെ പൊടി ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ അടുക്കളയുടെ ഞാൻ സ്ലാബൊക്കെ ഒന്ന് കഴുകിയെടുക്കാമെന്ന് കരുതിയാണ്. ഞാൻ ആ പാത്രം കഴുകണ ലിക്വിഡ് തന്നെയായിട്ട് എടുത്തേക്കണം. അതിനകത്തൊരു ഇച്ചിരി കൂടി
വെള്ളം ചേർത്തതൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിനി ആ സ്ലാവും പിന്നെ ആ ഗ്രില്ലിൻ്റെ താഴെ ഉണ്ടല്ലോ അവിടെയും ടൈൽ ഒട്ടിച്ചേക്കണം കാരണം അത് തൂത്തെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ എല്ലാ ദിവസവും ജസ്റ്റ് ഒന്ന് ടിഷ്യൂ വെച്ച് തൂത്തെടുക്കണതാണ്. എങ്കിൽ കൂടിയും നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ അതൊന്ന് ക്ലീനാക്കി എടുക്കണമല്ലോ എന്ന് കരുതിയാണ് ഞാൻ ആ വെള്ളത്തിൽ സോപ്പും വെള്ളം വെച്ച് ഒന്ന് ആ പാത്രം കഴുകുന്ന സ്ക്രബ്ബർ ഉണ്ടല്ലോ അത് വെച്ചൊന്ന് ഉറച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഗ്യാസിൻ്റെ അവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ വറക്കുമ്പോഴൊക്കെ എന്തായാലും വെളിച്ചെണ്ണ തെറിച്ചിട്ടുണ്ട്. അതപ്പോൾ നമ്മൾ ടിഷ്യൂ വെച്ച് ഒഴിച്ച് തുടച്ചത് കൊണ്ടൊന്നും അത് പോകണില്ല. അതൊക്കെ പോകണമെങ്കിൽ അത്യാവശ്യം സോപ്പിൻ്റെ അംശം അങ്ങോട്ട് ചെല്ലണം കേട്ടോ, എന്നാലും അതൊക്കെ ഒന്ന് ക്ലീനാക്കി കിട്ടുള്ളൂ. പിന്നെ ഇടയ്ക്ക് ചില സമയത്തൊക്കെ അവിടെ സൈഡിലൊക്കെ പല്ലിക്കാട്ടോ ഇരിപ്പുണ്ടാവും. അപ്പോൾ അതും കൂടി ഒന്ന് പോരട്ടെ എന്ന് കരുതിയാണ് ഞാനിപ്പോൾ ഇത് വെച്ച് ഒന്ന് ക്ലീനാക്കി എടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഈ സ്ക്രബ്ബർ ഇനിയിപ്പോൾ പാത്രം കഴുകാൻ ഉപയോഗിക്കില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇത് മാറ്റി ഞാൻ പാത്രം കഴുകാനൊക്കെ ആയിട്ട് പുതിയ സ്ക്രബ്ബർ തന്നെ ഉപയോഗിക്കുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ആ സ്ക്രബ്ബർ വെച്ച് നല്ലോണം ക്ലീൻ ചെയ്ത ശേഷം ഞാനൊന്ന് വെള്ളം വെച്ച് കഴുകിയെടുക്കണം കേട്ടോ. അത് പിന്നെ നമ്മൾ ഈ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന ദിവസം അടുക്കളയാണ് നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മളെ കൈയെത്താത്തൊരു സ്ഥലം പോലും അവിടെ ഉണ്ടാവരുത് കേട്ടോ. ആ രീതിയിൽ തന്നെ അത് ക്ലീനാക്കി തന്നെ എടുക്കണം കേട്ടോ.
ഇപ്പം ഞാൻ ആ സ്ലാബും പിന്നെ ടൈലൊട്ടിച്ചേക്കണ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് ഞാനതൊന്ന് വൈപ്പർ വെച്ചൊന്ന് തൂത്തെടുക്കണം കേട്ടോ. വൈപ്പർ വെച്ച് തൂത്തെടുത്തില്ലെങ്കിൽ നമ്മുടെ ടൈലൊട്ടിച്ചേക്കണിടത്തൊക്കെ വെള്ളം ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് കിടക്കണമായി തോന്നും. അപ്പോൾ വൈപ്പർ വെച്ചൊന്ന് തൂത്തിട്ട് നമുക്കൊരു ടിഷ്യൂ കൂടി വെച്ച് തൂത്തെടുക്കുകയാണെങ്കിൽ ആ വെള്ളം വീണതിൻ്റെ തുള്ളിയായിട്ടുള്ള പാടുകൾ അങ്ങനെ കിടക്കില്ല കേട്ടോ. ഇതിപ്പോൾ കബോർഡ് ഇട്ടേക്കണവർക്കൊന്നും ഈ രീതിയിലൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം കബോർഡുമേക്കൊക്കെ നിറച്ച് വെള്ളം ഒഴുകും. എൻ്റെ അടുക്കളയിൽ ഇപ്പോൾ കബോർഡൊക്കെ വേറെ കാര്യങ്ങളോ ഇപ്പം ഇങ്ങനെ വെള്ളം ഒഴുകി പോകാനുള്ള സ്ഥലമൊക്കെ ഉള്ളത് കൊണ്ട് കേട്ടോ എനിക്ക് ഈ രീതിയിലൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റണത്. ഇതിപ്പോൾ എൻ്റെ പാത്രം കഴുകുന്ന ലിക്വിഡ് തീരാറായിട്ട് അതിന് കുറച്ചും കൂടി ഉള്ളൂ. അപ്പോൾ ഞാനതെടുത്ത് മാറ്റിയിട്ട് ഇപ്പോൾ ഹാൻഡ് വാഷ് ഉപയോഗിച്ച് കഴുകാമെന്നോട്ട് കരുതാക്കണേ. എൻ്റെ തീർന്നിട്ട് കുറച്ച് ദിവസമായി. എനിക്ക് ഒരു കുപ്പി ആൻറ്റി തരായിരുന്നു. പിന്നെ ഞാൻ അങ്കമാലിക്ക് പോകുമ്പോൾ എല്ലാ ദിവസവും മേടിക്കണം എന്ന് ഓർക്കും. ഞാനത് മേടിക്കാൻ മറന്നു. ഇന്ന് ഞാൻ അങ്കമാലിക്ക് പോകുന്നുണ്ട്, പക്ഷേ മേടിക്കില്ലെന്ന് എനിക്ക് തന്നെ ഉറപ്പില്ല. അത് കാരണം ഞാൻ കുറച്ചിരുന്നത് മാറ്റിയതാണ് കേട്ടോ. അത് ഉപയോഗിച്ചപ്പോൾ ഇവിടെയൊക്കെ കഴുകി തീർത്ത് കഴിഞ്ഞാൽ എനിക്ക് പാത്രം കഴുകാൻ ലിക്വിഡ് ഉണ്ടാവില്ല. അത് കാരണം ഇതിപ്പോൾ ഒരു സൈഡായിട്ട് നമ്മുടെ നേരത്തെ കഴുകി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അടുത്ത സൈഡും കൂടി ഞാൻ ഇതേപോലെ തന്നെ സ്ക്രബ്ബർ വെച്ച് നല്ലോണം കഴുകിയെടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ മറ്റേ ടിഷ്യൂ വെച്ച് അതൊന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ നമ്മുടെ ഹാൻഡ് വാഷ് വെച്ച് കഴുകുമ്പോൾ എനിക്ക് തോന്നി അടുക്കളയിൽ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് ഹാൻഡ് വാഷായിട്ട് ഉപയോഗിക്കുള്ളൂ. അത്യാവശ്യം നല്ല പതയുമുണ്ട്, പിന്നെ നല്ല സ്മെല്ല് തോന്നുന്നുണ്ട് അടുക്കളയിൽ. ഇപ്പോൾ ആ ഒരു സൈഡ് ഞാൻ ഇതേപോലെ വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കുള്ളൂ കേട്ടോ. കാരണം അതിൻ്റെ താഴെയൊക്കെ നിറച്ച് ഭിത്തിയാണ്. അതിൻ്റെ അവിടെ കഴുകി കഴിഞ്ഞാൽ വെള്ളം ഒഴുകണതൊക്കെ ഭിത്തി കൂടെ തന്നെ പോരും. അപ്പോൾ അത് കാരണം ഞാനത് ടിഷ്യൂ വെച്ച് ജസ്റ്റ് ഒന്ന് തൂത്തെടുക്കുന്നു കേട്ടോ. പിന്നെ അത് തൂക്കുമ്പോൾ തന്നെ ഞാൻ ആ സ്വിച്ച് ബോർഡും പിന്നെ അതിൻ്റെ ചുറ്റുപാടും പിള്ളേരൊക്കെ കൈ തൊടുമ്പോൾ എന്തായാലും ചെറിയ അഴുക്കൊക്കെ അതിൻ്റെ ചുറ്റുമായിട്ടുണ്ടാവും. അത് മൊത്തത്തിലൊന്ന് തൂത്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ പല്ലിക്കാട്ട ഇവിടെയൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചാരി കിടപ്പുണ്ടാവും. അപ്പോൾ അത് ഞാൻ ആ ടിഷ്യൂ വെച്ചൊന്ന് തൂത്തെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ അരം എന്താ പറയുക ടൈലൊട്ടിച്ചതിൻ്റെ അരം ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് തൂത്തെടുക്കുന്നുണ്ട് കേട്ടോ.
ഇനി സ്ലാബിൻ്റെ മുകളിലുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിഭാഗം ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. ബക്കറ്റിൽ ഞാൻ ഒരു ബക്കറ്റ് വെള്ളം ഒന്ന് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി നമുക്കതൊന്ന് വൈപ്പർ വെച്ച് വൈപ്പ് ചെയ്തെടുക്കാം കേട്ടോ കരുതിയേക്കണേ. ഇവിടെ പിന്നെ ടൈല് ഒട്ടിച്ചേക്കുന്നത് ഒരു സ്ലോപ്പിംഗ് ആയിട്ട് കൊടുത്തേക്കണം കേട്ടോ. അതുകൊണ്ട് വെള്ളം അങ്ങനെ കെട്ടിക്കിടക്കൊന്നുമില്ല. നമ്മൾ 2 പ്രാവശ്യം വൈപ്പ് ചെയ്യുമ്പോൾ തന്നെ വെള്ളം താഴത്തേക്ക് ഒഴുകിപ്പോകും കേട്ടോ. അതെല്ലായിടത്തും അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. പഴയ വീട്ടിൽ എനിക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം ഞങ്ങൾ താഴത്തെ ഒരു ഗോഡൗണും മുകളിൽ ഞങ്ങൾ താമസിക്കാൻ കൂടിയായിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് ഇങ്ങനത്തെ പരിപാടി നടക്കില്ലായിരുന്നു കേട്ടോ. അവിടെ ഞാൻ തുണി വെച്ച് തുടക്കൽ തന്നെയായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നേ പിന്നെയാണ് ഞാൻ ഈ രീതിയിൽ ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ എനിക്ക് തുണി വെച്ച് തുടക്കണേൽ എനിക്ക് തൃപ്തി തോന്നുന്നത് ഈ രീതിയിൽ കഴുകിയെടുക്കുമ്പോഴാട്ടോ. പിന്നെ വെള്ളം പോകാൻ ബുദ്ധിമുട്ടുള്ളവരാണ് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് പിന്നെ സ്ലോപ്പായിട്ട് കിടക്കണത് കൊണ്ടും പിന്നെ ഈ വെള്ളം നേരെ നമുക്ക് മുറ്റത്തേക്ക് തന്നെ കളയാനുള്ള സൗകര്യം ഉള്ളത് കൊണ്ടും കുഴപ്പമില്ല കേട്ടോ. ഇപ്പോഴൊക്കെ എല്ലാവരുടെയും വാതിലിൻ്റെ അവിടെ പടിയൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഇങ്ങനത്തെ രീതിയിലൊക്കെ കഴുകിയെടുക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഇതേപോലെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടിച്ചു വാരിയിൽ കോരി എടുക്കേണ്ട വരും. എനിക്ക് ഒരു പ്രാവശ്യം പഴയ സ്ഥലത്ത് വെച്ച് പറ്റിയിട്ടുണ്ടത്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയാൻ കാരണം. ഞാനിത് ആകപ്പാടെ 2 ബക്കറ്റ് വെള്ളത്തിൽ കഴുകിയെടുക്കാറുണ്ട് കേട്ടോ. ആദ്യം ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ച ശേഷം വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ട് രണ്ടാമത് ഒരു ബക്കറ്റ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും ഒന്ന് വൈപ്പ് ചെയ്ത് കളയാറുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുക്കളയൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ വേറെ പൊടിശല്യമോ അങ്ങനെ വേറെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു ഇതെല്ലായിടത്തും നമ്മുടെ അടുക്കളയിലെല്ലായിടത്തും നമ്മുടെ കയ്യെത്തിയിട്ടുണ്ടെന്ന് തന്നെ പറയാം കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുള്ള പണിയായിട്ടൊന്നും തോന്നില്ല. പക്ഷേ ഇത് ഒരു 2-2.5 മണിക്കൂറത്തെ പരിപാടിയുണ്ട് കേട്ടോ. ഇത് ക്ലീൻ ആക്കണേക്കായും ബുദ്ധിമുട്ടാണ് ഇനി അടുക്കളയിലേക്ക് സാധനങ്ങൾ ഓരോന്നും എടുത്ത് വയ്ക്കാമെന്നുള്ളത്. ഇത് ക്ലീനാക്കി കഴിയുമ്പോൾ നമ്മുടെ തന്നെ പകുതി അളപ്പിളകിയിട്ടുണ്ടാവും. വൈപ്പ് ചെയ്യൽ ഒരു 2-3 പ്രാവശ്യം വൈപ്പ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഒരുവിധം വെള്ളമൊക്കെ നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്യും, ഒന്ന് തുടയ്ക്കണ കോല് വെച്ച് ഒന്ന് ഓടിച്ചൊന്ന് തുടയ്ക്കുകയും കൂടി ചെയ്തിട്ട് ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പോൾ പിന്നെ പെട്ടെന്ന് ഉണങ്ങിക്കോളൂല്ലോ എന്ന് കരുതിയാൽ. വെയിലുണ്ടെങ്കിൽ ഇപ്പോൾ തുടയ്ക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇന്നലെ രാത്രിയും ഇന്നും ഇന്നലെ രാത്രി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴ പെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നിപ്പോൾ ചെറിയൊരു വെയിലില്ല, ഒരു മങ്ങലുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ കരുതി എനിക്കിനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകാനുണ്ട്, സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാൻ വേണം. അത് കാരണം കൊണ്ട് തന്നെ ഞാനൊന്ന് വേഗം ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് ടിഷ്യൂ വെച്ച് ഒന്ന് തുണി തുടയ്ക്കണ കോല് വെച്ച് ഒന്ന് ഓടിച്ച് തുടയ്ക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ അടുക്കള കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായി കാണുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനി അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.